മനോഹരാലാപനങ്ങളും മനോഹര പ്രകടനങ്ങളുമായി കുട്ടിത്താരങ്ങൾ എനിക്കിഷ്ടപ്പെട്ടു. കാരണം വേറൊന്നുമല്ല, അത് നമ്മൾ ആ ശ്രമമുണ്ട്. ഇങ്ങനെ പാടുന്ന അതിൽ നിന്നൊക്കെ ഒരുപാട് പ്രതികർത്താക്കളുടെ പ്രോത്സാഹനങ്ങളാണ് താരങ്ങൾക്ക് ഗാനങ്ങൾ മനോഹരമായി ആലപിക്കാൻ പേരറിയാത്തൊരു കഴിയുന്നത്. നൊമ്പരത്തെ പ്രേമമെന്ന് ആരോ വിളിച്ചു. സംഗതികള് അല്ല, അതിന്റെ ഭാവമാണ് ഏറ്റവും കൂടുതൽ. താരത്തിന്റെ ആലാപനത്തിൽ വന്ന ചില തെറ്റുകൾ വിധികർത്താക്കൾ ചൂണ്ടിക്കാണിച്ചു. കുറച്ച് കൂടുതലായിട്ട് അതിൽ ഒരു ഗൗനം ചെലുത്തണം. കൃത്യമായിട്ട് പാടുമെന്നുള്ള കോൺസെൻട്രേഷൻ. താരങ്ങളും വിധികർത്താക്കളും തമ്മിലുള്ള രസനിമിഷങ്ങളാണ് വേദിയെ കൂടുതൽ മനോഹരമാക്കുന്നത്. എത്ര സ്റ്റേജ് കിട്ടുമെന്നൊന്നും അറിയത്തില്ല, ഉള്ളത് വെച്ച് ഓണം പോലെ. താരത്തിന്റെ ആലാപനത്തെ കുറിച്ചുള്ള വിധികർത്താക്കളുടെ അഭിപ്രായങ്ങൾ. ഒരിടത്ത് പോയി ഒരിടത്ത് ശരിയായി കഴിയുമ്പോൾ നമ്മള് മനോഹരാലാപനങ്ങളും മനോഹര നിമിഷങ്ങളുമായി കുട്ടിത്താരം എത്തുന്നു. ഞങ്ങൾക്ക് കണ്ണിലുള്ള നിറഞ്ഞു, അത്രയ്ക്ക് ഫീലായിട്ട് മോള് പാടി കേട്ടോ. താരത്തിന്റെ ആലാപനത്തിന് മനസ്സ് നിറഞ്ഞ അഭിപ്രായങ്ങളാണ് വിധികർത്താക്കൾ നൽകിയത്. ഗുരുവായൂരപ്പനെ വിളിച്ച് ഇത്രയും പഴയ ഒരു പാട്ട് തെറ്റാണ്ട് പാടിയതിന് എന്താ അനുഗ്രഹം. ഗുരുവായൂരപ്പന് എന്തൊരു സന്തോഷമായിരിക്കും. താരങ്ങളുടെ ആലാപനവും മനോഹര നിമിഷങ്ങളും കാണാൻ നമുക്ക് കാത്തിരിക്കാം.